വെൽക്കം ബാക്ക് ടു ഗ്രേ സെൽസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് കാണുവാനിടയായി. അതിന് മുൻപത്തെ വീഡിയോയിൽ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സും നമ്മൾ ഒന്ന് ബ്രീഫായിട്ട് ഓവർവ്യൂ ചെയ്യാൻ സാധിച്ചു. സോ ഇന്നത്തെ സെഷനകത്ത് വി ഗോയിങ് ടു ലുക്ക് അറ്റ് ദ മോറൽ ആർഗ്യുമെന്റ്, മലയാളത്തിൽ ധാർമ്മികതാധിഷ്ഠിത വാദം. സോ ഈ മോറൽ ആർഗ്യുമെന്റിനും കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് പോലെ തന്നെ ഒരു premise കൺക്ലൂഷൻ എന്ന സെറ്റപ്പ് ആണുള്ളത്. അതിന്റെ premise 1, if God does not exist, then objective moral values and duties do not exist. Premise 2, objective moral values and duties do exist. Conclusion, therefore God exists. അപ്പം ഈ ആർഗ്യുമെന്റ് നമ്മൾ കലാം കണ്ടതുപോലെ തന്നെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എയർ ടൈറ്റ് ആണ്. ഓർക്കണം, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ ഒരു കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രമിസസ് ട്രൂ ആയിരിക്കണം, അവ കണക്ട് ചെയ്യുന്ന ലോജിക്കും വാലിഡ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ദ കൺക്ലൂഷൻ വിൽ ഇൻഡിവിറ്റബിളി ഫോളോ. സോ ആദ്യമായിട്ട് ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ്. ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക കർത്തവ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഈ വാല്യൂസിനകത്ത് വരുന്നതാണ് ഗുഡ് ആൻഡ് ബാഡ്, അതായത് നല്ലത് മോശം എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഡ്യൂട്ടീസിനകത്ത് വരുന്നതാണ് റൈറ്റ് ആൻഡ് റോങ്, ശരി തെറ്റ് എന്നുള്ള പ്രയോഗങ്ങൾ. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ മോറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ, നല്ലത് മോശം ഗുഡ് ഓർ ബാഡ് എന്ന് പറയുമ്പോൾ, ആ ഒരു പ്രവൃത്തി ഇൻഹെറന്റ്ലി, ആ ഒരു പ്രവൃത്തി തന്നെ നല്ല പ്രവൃത്തിയാണോ ചീത്ത പ്രവൃത്തിയാണോ, ഇസ് ഇറ്റ് എ ഗുഡ് ആക്ഷൻ ഓർ ഇസ് ഇറ്റ് എ ബാഡ് ആക്ഷൻ എന്നുള്ളതാണ് മോറൽ വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡ്യൂട്ടീസിലേക്ക് വരുമ്പോൾ, റൈറ്റ് ആൻഡ് റോങ്ങിലേക്ക് വരുമ്പോൾ, ആ ആക്ഷൻ നാം ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിലേക്ക് വരുന്നത്. സോ ഇഫ് ഐ സേ സ്റ്റീലിംഗ് ഈസ് റോങ് അല്ലെങ്കിൽ സ്റ്റീലിംഗ് ഈസ് ബാഡ് എന്ന് പറയുകയാണെങ്കിൽ, മോഷ്ടിക്കുക എന്ന പ്രവൃത്തി മോശമാണ്, ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ, ധാർമ്മിക മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ബാഡ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസൻറ്റ് സേ ദാറ്റ് therefore I should not steal, ഞാൻ മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. ബട്ട് ഇഫ് ഐ സേ സ്റ്റീലിംഗ് ഈസ് റോങ്, മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ, ആ മോറൽ ഡ്യൂട്ടി എന്നോട് പറയുന്നത് therefore I should not steal. സോ ഇതാണ് മോറൽ വാല്യൂസും മോറൽ ഡ്യൂട്ടീസും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. ഇനി നമുക്ക് premise 1ലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഈ ഫസ്റ്റ് premise പറഞ്ഞത്, if God does not exist, then objective moral values and duties don't exist. ഈ premise 1 വളരെ കാതലായിട്ടുള്ള ഒരു premise ആണ്. രണ്ടും ഈക്വലി വാലിഡ് ആണ്. പക്ഷെ premise 1ന് കുറച്ചും കൂടി ഒരു എംഫസിസ് ഉണ്ട്. കാരണം this is something that is widely accepted by atheists. നിരീശ്വരവാദികൾ ഒരു ഭൂരിഭാഗം പേരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിന് റിച്ചർഡ് ഡോക്കിൻസിനെ പോലുള്ളവർ തന്നെ പറയുന്നുണ്ട്, ഈ ധാർമ്മികത, മൊറാലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. കാരണം he doesn't hold that God exists. സോ ദൈവത്തെ ഇക്വേഷനിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ then moral values and duties become subjective. സോ ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് എന്നുകൊണ്ടുള്ള പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശം നോക്കാം. കാരണം ഈ premise 1-നകത്ത് 2-നകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ളത്. ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വസ്തുനിഷ്ഠം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ പേഴ്സൺ. സബ്ജക്റ്റീവ് എന്നുകൊണ്ട് പറഞ്ഞത് ആത്മനിഷ്ഠം, ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആൻഡ് ദ ലൈക്കിംഗ് ഓഫ് ദ പേഴ്സൺ. സോ നമ്മൾ ഇപ്പം രുചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ടേസ്റ്റ് എന്നുള്ള കാര്യം വളരെ സബ്ജക്റ്റീവാണ്. അത് ആ ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ 2+2 = 4 എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആ ഉത്തരം എഴുതുന്ന ആൾക്ക് അന്ന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും 2+2 = 4. സോ അതാണ് ഒബ്ജക്റ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പേഴ്സൺ. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി സോർട്ട് ഓഫ് ഗ്രാസ്പ് ഓൺ ടു. 2+2 = 4 എന്നുള്ള മാത്തമാറ്റിക് ഇക്വേഷൻ, we don't twist it around to our convenience. അത് ഒബ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ്. ബട്ട് വെൻ വി സേ സംതിങ് അബൌട്ട് ടേസ്റ്റ്, രുചിയെ കുറിച്ച് പറയുമ്പോൾ അത് സബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് ഒരേ കറി ഒരാൾക്ക് ഉപ്പ് കൂടിയതും ഉപ്പ് കുറഞ്ഞതുമായിട്ടൊക്കെ തോന്നുന്നതിന് കാരണം ടേസ്റ്റ് സബ്ജക്റ്റീവ് ആയതുകൊണ്ടാണ്. സോ ഈ premise 1, ഈ ആദ്യത്തെ പ്രസ്താവന ബേസിക്കലി പറഞ്ഞത്, മൊറാലിറ്റി ഒബ്ജക്റ്റീവായിട്ട് നിലനിൽക്കണമെങ്കിൽ, അത് നമുക്ക് മനുഷ്യർക്ക് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ, അത് അടിസ്ഥാനമിട്ടിരിക്കേണ്ടത് നമ്മൾ മനുഷ്യർക്ക് അതീതമായ മറ്റെന്തെങ്കിലും ഒന്നിലായിരിക്കണം. സോ ചോദ്യം, ഈ അടിസ്ഥാനം ദൈവമാണോ അല്ലയോ എന്നുള്ളതാണ്. ഈ ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയെ കുറിച്ച് തന്നെ പറയുമ്പോൾ, നമ്മൾ ഈ ധാർമ്മികത നമ്മുടെ ലോകത്ത് തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്, ധാർമ്മികത ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു മനസ്സിലോ ബേസ് ചെയ്തിരിക്കാനാണ് കൂടുതൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഒരാൾ മരം വെട്ടുന്നു, മരം വെട്ടി ഈ മരം വേറൊരു വ്യക്തിയുടെ മേൽ വീണ് അയാൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുമെന്ന് ചിന്തിക്കുക. സോ നമ്മൾ ഈ മരം വെട്ടുകാരനെയാണ് നമ്മൾ ലീഗൽ ഒരു ലോ സ്യൂട്ടിന് പുറകെ നമ്മൾ പുറകെ പോകുന്നത്. ആ മരത്തെ ജയിലിലിടാനോ മരത്തെ ഒരു ലീഗൽ ആക്ഷന് പുറകെ നമ്മൾ പോകുന്നില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം
ആ വ്യക്തിയിലാണ് ആ ഒരു മോറൽ കോഡ് എംഫസൈസ് ആയിട്ട് നിൽക്കുന്നത്, ആ മരത്തിലോ അല്ലെങ്കിൽ ആ ഒരു ആക്സിലോ അല്ല. സോ അവിടെ തന്നെ നമുക്ക് കാണാവുന്ന കാര്യം, മൊറാലിറ്റി ഈസ് സംതിങ് ദാറ്റ് കൺസേൺസ് പേഴ്സൺ ഓർ എ മൈൻഡ്. സോ ദെയർഫോർ മൊറാലിറ്റിയുടെ അടിസ്ഥാനം എന്നുള്ളത്, ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നുള്ളത് അതേപോലെ തന്നെ ഒരു വ്യക്തിയോ ഒരു മനസ്സോ ആയിക്കൂടെ, അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ വരുന്ന ഒരു ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ, എവല്യൂഷനാണ് നമുക്ക് മൊറാലിറ്റി നൽകുന്നത്. നമ്മളൊരു എവല്യൂഷണറി പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മൊറാലിറ്റി നൽകിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം, എവല്യൂഷൻ കനോട്ട് ഗീവ് അസ് മൊറാലിറ്റി. എവല്യൂഷൻ നമുക്കൊരു ധാർമ്മിക ബോധവും ഒരു ധാർമ്മിക മൂല്യവും കർത്തവ്യവും നൽകാൻ സാധിക്കത്തില്ല. ഇവിടെ ഞാൻ മുമ്പ് റെഫറൻസ് ചെയ്ത ആൽവിൻ പ്ലാന്റിംഗ്, അദ്ദേഹം തന്റെ എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് നാച്ചുറലിസം എന്നതിനകത്ത് കാണിക്കുന്ന ഒരു കീ പോയിന്റ് പറഞ്ഞാൽ, എവല്യൂഷൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, എവല്യൂഷൻ ഗൈഡ് ചെയ്യുന്നത് ബിഹേവിയർ ആണ്. എന്തിന്? സർവൈവ് ചെയ്യാനുള്ള ബിഹേവിയർ. ചാൾസ് ഡാർവിന്റെ ഭാഷയിൽ ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ആ രീതിയിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എവല്യൂഷൻ. ബേസിക്കലി അവർ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുക, എനേബിളിംഗ് us to adapt for the sole purpose of surviving. പക്ഷേ എവല്യൂഷണറി പ്രോസസ് ഒരിക്കലും സത്യം എന്താണെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ ശരിയും തെറ്റും നന്മയും തിന്മയും തിരിച്ചറിയാൻ വേണ്ടിയുള്ള സെൻസസ്, ഒരു മോറൽ സെൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയല്ല എവല്യൂഷന്റെ ഫോക്കസ്. എവല്യൂഷൻസ് പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ എവല്യൂഷണറി പ്രോസസ്സിന്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് കൻ എനേബിൾ മീ ടു സർവൈവ്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇനി അത് മാത്രമല്ല, ഈ എവല്യൂഷൻ ശരിയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബിഹേവിയറിന്റെ മെയിൻ പാർട്ടായിട്ട് നിലനിർത്തേണ്ടത് സെൽഫിഷ്നെസ് ആണ്, ഒരു സ്വാർത്ഥതയാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചുറ്റുപാട് തന്നെ നോക്കുമ്പം, എന്നോട് തന്നെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് ബി സെൽഫിഷ്. നീ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ ഫുഡ് ഷെയർ ചെയ്യാൻ, നിന്റെ ടോയ്സ് ഷെയർ ചെയ്യാൻ പഠിക്കണം. സോ എന്തുകൊണ്ടാണ് ഒരു എവല്യൂഷണറി ബേസിസിൽ വന്നവരാണ് നമ്മളെങ്കിൽ, വൈ ഇസ് ഇറ്റ് ദാറ്റ് വി പ്ലേസ് സോ മച്ച് ഓഫ് എംഫസിസ് ഓൺ ബീങ് സെൽഫ്ലെസ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് സെൽഫിഷ്? നമ്മൾ പലപ്പോഴും കാണുന്നത് വി ആർ ടോൾഡ് ടു ബി ഓൾവേസ് സെൽഫ്ലെസ്. അതായിരിക്കണം നമ്മുടെ നോർമൽ ബിഹേവിയർ പാറ്റേൺ. ബട്ട് ഇഫ് എവല്യൂഷൻ ഇസ് ട്രൂ, then we should change it completely. We should look at selfishness as the norm and altruism as the exception. So നമ്മൾ എപ്പോഴും സെൽഫിഷ് ആയിട്ട് പെരുമാറുക, ചില സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ഓൾട്രൂയിസ്റ്റിക് ആയിട്ട് പെരുമാറുക. ബട്ട് ഈ എവല്യൂഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വി സീ ദാറ്റ് there is one big question that stands in front of us. ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ there are certain boundaries in interpersonal relationship that we don't cross. ചില അതിർവരമ്പുകളുണ്ട് when it comes to how we deal with a person. But if evolution is purely driven by the whole point of surviving and reproducing, and that is what evolution is all about, അങ്ങനെയാണെങ്കിൽ how do we explain the sanctity, ആ ഒരു പവിത്രത that is between the relationship of a parent and a child? Like I said, there are boundaries between interpersonal relationship, but how do we explain that sanctity that we ascribe? ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പവിത്രത നമുക്ക് എങ്ങനെ എവല്യൂഷന്റെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും? ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹോൾഡ് ഓൺ സോ ഡീപ്ലി ആസ് എ മോറൽ പ്രിൻസിപ്പിൾ. അത് ലംഘിക്കുന്നവരെ നമുക്ക് വളരെ റെപ്പഗ്നന്റ് ആയിട്ട് നമുക്ക് നോക്കി കാണാൻ സാധിക്കത്തുള്ളൂ. സോ ഹൗ ഡു വി എക്സ്പ്ലെയിൻ ദാറ്റ് ഇഫ് വി ആർ ജസ്റ്റ് ദ ബൈ പ്രോഡക്ട്സ് ഓഫ് പ്യുവർ സർവൈവൽ ഡ്രിവൻ ആക്സിഡന്റൽ എവല്യൂഷണറി പ്രോസസ്? കൂടാതെ പൊതുവെ നിരീശ്വരവാദികൾക്ക് എവല്യൂഷനാണ് നമുക്ക് മൊറാലിറ്റി നൽകുന്നതെന്ന് പറയാനോടി കഴിയാത്തതിന്റെ വേറൊരു കാരണം ഈസ് ദി കണൻഡ്രം ദാറ്റ് ഇസ് പ്രസന്റഡ് ബൈ homosexuality. കാരണം evolution is purely, like I said, its primary focus is survival, reproduction. So how do we make sense of a lifestyle that we can stand behind and upload if it is against what evolution is all about? എവല്യൂഷന്റെ സർവൈവ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, സ്പീഷീസ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള എവല്യൂഷണറി ബോധത്തെ നേരെ ഓപ്പോസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ഷനെ എങ്ങനെ ഒരു ഏത്തിയസ്റ്റ് എന്ന രീതിയിൽ അത് കമന്റ് ചെയ്യാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും? ബിക്കോസ് അണ്ടർ എവല്യൂഷൻ that would be something immoral. That is something that should not be pursued. കാരണം എവല്യൂഷന്റെ ഫോക്കസിന് വിപരീതമായിട്ട് പോകുന്ന കാര്യമാണ്. Because evolution is all about surviving, right? So സർവൈവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരിയായിട്ട് നിലനിൽക്കേണ്ടത്. അതിന് വിപരീതമായിട്ട് നിൽക്കേണ്ടതെല്ലാം ഇമ്മോറലായിട്ട് മാറേണ്ടതാണ് എവല്യൂഷൻ നമുക്ക് മൊറാലിറ്റി നൽകുകയാണെങ്കിൽ. ഈ സന്ദർഭത്തിൽ മറ്റു പലർക്കും ഒരു ഒബ്ജക്ഷനാണ്, ആസ് എ സ്പീഷീസ് വി സ്റ്റാർട്ടഡ് കോഓപ്പറേറ്റിംഗ്, ഹെൽപ്പിംഗ്, സപ്പോർട്ടിങ്, നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദാറ്റ്സ് ഹൗ വി കെയിം അബൌട്ട് with the sense of working together, because നമുക്ക് സർവൈവ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് വരാൻ തുടങ്ങി. പക്ഷെ ഇവിടുത്തെ ചോദ്യം, ഒരു പ്യൂർലി നാച്ചുറലിസ്റ്റിക് ആയിട്ട്, ആക്സിഡൻ്റൽ ആയിട്ട്, ഒരു അൺഗൈഡഡ് പ്രോസസ്സായിട്ട് എവല്യൂഷൻ നമ്മൾ നീങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രീച്ചറിന് മനസ്സിലായത് ദാറ്റ് സർവൈവിങ് ഈസ് ഗുഡ്? ഏത് പോയിന്റിലാണ് ഈ സ്പീഷീസ് തിരിച്ചറിഞ്ഞത്, വാട്ട്, ഞാൻ എൻ്റെ ചുറ്റുപാടിനെയും എൻ്റെ പ്രതിസന്ധിയെയും അതിജീവിച്ച് ഐ ഹാവ് ടു കീപ്പ് ഓൺ സർവൈവിങ്?
സോ ആ ഒരു തോട്ട് പോയിന്റ് പറഞ്ഞാൽ നമ്മുടെ ഇഫ് യു ലുക്ക് അറ്റ് എവല്യൂഷൻ തിയറി ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് ഇൻബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. ഫസ്റ്റ് സെൽ ഉൾപ്പെടെ തന്നെ ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ഗിവിംഗ് അപ്പ്. അത് സർവൈവ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും അതിൻ്റെ മെക്കാനിസംസ് റീഅഡ്ജസ്റ്റ് ചെയ്യുകയും എങ്ങനെയും സർവൈവ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിംഗിൾ സെല്ലിൽ നിന്ന് എക്സ്പാൻഡ് ആയി ലാർജർ സ്പീഷീസ് എത്തുമ്പോഴും the whole point of evolution is that it is surviving and it wants to be fit to be worthy of survival. So ഏത് സ്റ്റേജിലാണ് എവല്യൂഷണറി പ്രോസസ് വെച്ച് ക്രീച്ചർ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ദാറ്റ് സർവൈവൽ ഇസ് സംതിങ് ദാറ്റ് ഇസ് ഗുഡ്? കാരണം സർവൈവ് ചെയ്യേണ്ടത് നല്ലതാണ്, സർവൈവ് ചെയ്യേണ്ടത് ഒരു പെർസ്യൂവബിൾ ഗുഡ് ആണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ സർവൈവ് ചെയ്യാൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ആ ഒരു ബോധം സർവൈവ് ചെയ്യേണ്ടത് നല്ലതാണ് എന്ന് എവിടെ നിന്ന് വന്നു? അതുമാത്രമല്ല, നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് നീക്കുമ്പോൾ, ഇപ്പം നമ്മുടെ ഹ്യൂമൻ ലൈഫ് തന്നെ നോക്കിയാലും ഹ്യൂമൻ സൊസൈറ്റി നോക്കിയാലും ആനിമൽ കിങ്ഡത്തിൽ നോക്കിയാലും എവിടെ നോക്കിയാലും വി സീ ദാറ്റ് അവർ സർവൈവൽ ഇസ് ഓഫൻ ഫിൽഡ് വിത്ത് പെയിൻ. സുഖമായിട്ട് ഒരു ബെഡ് ഓഫ് റോസസ് പോലെ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്ന ഒരു ലൈഫല്ല നമുക്ക് കാണുന്നത്. We have one or the other sort of difficult physical challenges. We encounter pain one way or the other. So the question is, ഈ ഫിസിക്കൽ പെയിനെ കുറിച്ച് തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ ഫിസിക്കൽ പെയിൻ രണ്ട് തട്ടുകൾ നമുക്ക് ചില നേരത്തെ മാറ്റി നിർത്താൻ സാധിക്കും. ഒരു സന്ദർഭം വരുമ്പം ദർ ആർ നെസസറി ഫിസിക്കൽ പെയിൻ, അനിവാര്യമായിട്ടുള്ള ചില ഫിസിക്കൽ പെയിൻ ഉണ്ട്. അതായത് ഈ എല്ലാ ഫിസിക്കൽ പെയിനും ഇമ്മോറൽ അല്ല, എല്ലാ ഫിസിക്കൽ പെയിനും ബാഡ് അല്ല. നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള പെയിനും ഡിഫിക്കൽട്ടീസും ഇമ്മോറൽ ആണെങ്കിൽ ഡെന്റൽ ക്ലിനിക്സും വാക്സിനേഷൻ സെന്റേഴ്സും അങ്ങനെ തുടങ്ങിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണം. കാരണം ദേ ഓൾ ബ്രിങ് അബൌട്ട് എ ഫോം ഓഫ് പെയിൻ വൺ വേ ഓർ ദി അതർ. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞു, വാട്ട് ഡിഡ് വി ഡിസ്കവർ? വി ഡിസ്കവർ ദാറ്റ് നമുക്ക് അനിവാര്യമായ ചില പെയിനും നമ്മുടെ ഇനേറ്റ് ഐഡന്റിറ്റിയും നമ്മുടെ റൈറ്റ് ടു എക്സിസ്റ്റൻസിനെയും ഇൻഫ്രിഞ്ച് ചെയ്യുന്ന പെയിനും ഉണ്ട്. സോ ഹൗ ലോങ് ദി എവല്യൂഷണറി പ്രോസസ് ഡിഡ് വി റിയലൈസ് ദാറ്റ് ഇത് നമുക്ക് അനിവാര്യമായ ഫിസിക്കൽ പെയിൻ, ദിസ് ഇസ് എ ഫിസിക്കൽ പെയിൻ ദാറ്റ് വിൽ എനേബിൾ മീ ടു സർവൈവ്, ആൻഡ് ദാറ്റ് ഇസ് എ ഫിസിക്കൽ പെയിൻ ദാറ്റ് വിൽ ഹിൻഡർ മൈ സർവൈവൽ or hinder my inner identity and who I am as a person. So evolution നമുക്ക് morality നൽകുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ we have all of these objections that we have to make sense of. അത് മാത്രമല്ല, because evolution is an unguided process, അതിനൊരു ദിശയില്ലാതെ ഒരു പ്യൂർലി ചാൻസിന്റെ ബേസിസിൽ നീങ്ങുന്ന ഒരു മെക്കാനിസം ആയതുകൊണ്ട് തന്നെ if you rewind the clock, എവല്യൂഷണറി പ്രോസസ്സിന്റെ ക്ലോക്ക് നമ്മൾ പിന്നോട്ട് ചെന്ന് നമ്മൾ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ, if you start from that that pond of water, ഇലക്ട്രിസിറ്റി അടിച്ച് അവിടെ നിന്ന് ഒരു ഫസ്റ്റ് സെൽ ഓർഗാനിസം എന്നൊക്കെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞ ആ ഒരു പ്രോസസ്സിലേക്ക്, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, if you rewind the clock of evolution, because it is unguided, because it is accidental, we will end up with a different evolutionary set of creatures. അതാണ് എവല്യൂഷണറി ബയോളജി നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം. കാരണം അതിനൊരു അൺഗൈഡഡ് പ്രോസസ് ആയതുകൊണ്ട് if you rewind it, you will end up with some other form of creatures. So അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, you can't take evolution to be an objective ground for morality, because it won't apply in that scenario, it won't apply with that set of species. So ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യൻ്റെയും വ്യക്തിയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈക്കിങ്സിനും പ്രിഫറൻസിനും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു മൊറാലിറ്റിയെ നൽകുവാൻ എവല്യൂഷൻ അങ്ങനെ കഴിയാതെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Now what if ഈ മൊറാലിറ്റി എന്നുള്ളത് സൊസൈറ്റിയും കൾച്ചറിലും അധിഷ്ഠിതമാണെന്നുള്ള ഒരു കാര്യം? കാരണം ചിലപ്പോൾ മൊറാലിറ്റി അത്രേ ഉള്ളൂ, ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ വാട്ട് we see in culture and it's dependent on what we see in society. So maybe that is the foundation. സൊസൈറ്റിയും കൾച്ചറും കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നേക്കാം എവല്യൂഷൻ നമുക്ക് മൊറാലിറ്റി നൽകിയതിൻ്റെ ഫൗണ്ടേഷൻ. അതിലായിരിക്കാം മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത അധിഷ്ഠിതമായിരിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഒന്ന് പിന്നോട്ട് നിന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, യു കനോട്ട് ഗ്രൗണ്ട് മൊറാലിറ്റി ഓൺ സൊസൈറ്റി ഓർ കൾച്ചർ ഓർ ടൈം ഫ്രെയിം. കാരണം നാസിസ് 11 മില്യൺ ആൾക്കാരെ when they wanted to wipe them off on the face of the earth, ലോകത്തെ ജനതകൾ മൊത്തം അതിനെ എതിർത്തു. They went to war for it. They went and pushed through the war. ഹീനിയസ് ക്രൈം അറിഞ്ഞപ്പം. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ഇന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ when we look at Nazi Germany and we see neo-Nazis rising up and wanting to അവരുടെ റേസിന്റെ സുപ്പീരിയോറിറ്റി പലയിടത്തും മുന്നോട്ട് പിടിക്കാനും ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് 2020-ലും 2021-ലും നമ്മളിന്ന് നോക്കുമ്പം നമ്മൾ അതിനെല്ലാം വീണ്ടും തിന്മയാണെന്നും അതെല്ലാം തെറ്റാണെന്നും നമ്മളതിൽ ഈവിളാണെന്നും നമ്മൾ അതിനെ മുദ്രവെത്തുന്നു. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ലിമിറ്റഡ് ടു ടൈം ഓർ കൾച്ചർ. കാരണം ടൈമും കൾച്ചറും ലിമിറ്റഡ് ആണെങ്കിൽ
ജർമ്മൻ രാഷ്ട്രത്തിന് അവർക്ക് അവരുടേതായ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ തന്നെ പറയുകയാണ്, ഇൻ അവർ കൾച്ചർ, ഇൻ അവർ സൊസൈറ്റി, ശരീരത്തിൽ ബലഹീനരായ, ഞങ്ങൾക്ക് ഒരു നേഷൻ എന്ന രീതിയിൽ താല്പര്യം തോന്നാത്ത ആൾക്കാരെ കൊന്നൊടുക്കുന്നത് ഞങ്ങൾക്ക് മോറലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും. പക്ഷെ ആരും കയ്യും കെട്ടി നോക്കി നിന്നില്ല. അതുമാത്രമല്ല, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലുള്ള വംശജരെ സ്ലേവറിക്ക് വേണ്ടി ബൗണ്ട് ചെയ്ത് കൊണ്ടുപോയപ്പോഴും അവരെ സ്ലേവറിയിൽ അടിച്ചമർത്തിയപ്പോഴും നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും, ഇന്നും അമേരിക്കയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയും ദാറ്റ് വാസ് പ്യുവർ ഈവിൾ. അത് തെറ്റായിരുന്നു, അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, അത് അന്ന് തന്നെ അതിനെ എല്ലാവരും ഒത്തുചേർന്ന് എതിർക്കേണ്ട ഒന്നായിരുന്നു എന്ന് നമ്മൾ ഇന്ന് 21ാം നൂറ്റാണ്ടിരുന്നോടെ നമ്മൾ പറയുന്നു, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. അതുമാത്രമല്ല, ചരിത്രത്തെ നമ്മൾ കാണുന്ന ഓരോ തിന്മയും നമ്മൾ ഇന്ന് 21ാം നൂറ്റാണ്ടിലിരുന്ന് വേറൊരു കൾച്ചറിലും വേറൊരു സൊസൈറ്റിയിലിരുന്ന് നമ്മൾ പറയുന്നു ദാറ്റ് ഇസ് ഈവിൾ. സോ നമ്മൾ തന്നെ മേ ബി കോൺഷ്യസ്ലി ഓർ സബ് കോൺഷ്യസ്ലി നമ്മൾ നമ്മുടെ മോറൽ സ്റ്റാൻസ് കൊണ്ട് കാണിക്കുന്ന കാര്യം, യു കനോട്ട് ബേസ് മൊറാലിറ്റി ഓൺ എ സൊസൈറ്റി ഓർ എ കൾച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബിയോണ്ട് ടൈം. അതുകൊണ്ടാണ് വേറെ കൾച്ചറിലിരുന്ന്, വേറെ സൊസൈറ്റിയിലിരുന്ന്, വേറൊരു കാലഘട്ടത്തിലിരുന്ന് നമ്മൾ ചരിത്രത്തിൽ നടന്ന തിന്മകൾ നോക്കി വി കോളിംഗ് ദം ഔട്ട് ആസ് പ്യുവർ ഈവിൾ. ഇവിടെയാണ് എയ്ത്തിസ്റ്റിക് മോറൽ പ്ലറ്റോണിസം എന്നൊരു ഒബ്ജെക്ഷൻ മുന്നോട്ട് വരുന്നത്. സോ നമ്മൾ ഇതിലേക്ക് ഇൻ ഡെപ്തായിട്ട് ഇറങ്ങാനുള്ളൊരു ടൈം നമുക്കില്ല. ഇറ്റ്സ് എ ഡീപ് ഫിലോസോഫിക്കൽ പോയിന്റ്, ബട്ട് ഇത് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോകാം, നമുക്ക് നോക്കാം. സോ എയ്ത്തിസ്റ്റിക് മോറൽ പ്ലറ്റോണിസം എന്ന് പറയുന്നത് ഈ മോറൽ വാല്യൂസ് ഉണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ജസ്റ്റിസ്, ലവ്, മേഴ്സി, കൈൻഡ്നസ്, അങ്ങനെ പറഞ്ഞ അതെല്ലാം ദേ ജസ്റ്റ് എക്സിസ്റ്റ് ഔട്ട് ഇൻ നേച്ചർ. സോ അത് ഒന്നിനും അടിസ്ഥാനപ്പെട്ടല്ല. ഒരു പക്ഷേ ഈ നമ്പേഴ്സൊക്കെ നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞ പോലെ, ഈ നമ്പേഴ്സൊക്കെ പ്രപഞ്ചത്തിൽ എവിടെയോ ഏതോ ഒരു രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ എന്ന് അവർ പറയുന്നത് പോലെ തന്നെ ഈ മോറൽ വാല്യൂസും അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിനുള്ള 3 ഒബ്ജെക്ഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒബ്ജെക്ഷൻ, ഇഫ് ദേ ജസ്റ്റ് എക്സിസ്റ്റ് ഔട്ട് ദെയർ, വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് ഈ ജസ്റ്റിസ്, മേഴ്സി, ലവ്, കൈൻഡ്നസ് എന്നൊക്കെ ചുമ്മാ അങ്ങ് പ്രപഞ്ചത്തിൽ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരാൾ നീതിമാനാണ്, ഒരാൾ സ്നേഹലുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ചന്ദ്രനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി നീതിമാനാണെന്ന് പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് ജസ്റ്റ് സേ ദാറ്റ് നീതിയും സ്നേഹവും കരുണയും എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. രണ്ടാമത്തെ പോയിന്റ്, ഈ വാല്യൂസ് ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നിരിക്കട്ടെ, വാട്ട് ഡ്യൂട്ടി ഡു വി ഹാവ് ടു സബ്സ്ക്രൈബ് ടു ദം? അതായത് ഇതിപ്പോൾ നമുക്ക് മോറൽ വാല്യൂസ് കിട്ടി. സോ വി ഗോട്ട് ജസ്റ്റിസ്, ലവ്, കൈൻഡ്നസ് ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. സോ നമുക്ക് വാല്യൂസ് കിട്ടി, വി നോ ഗുഡ് ആൻഡ് ബാഡ്. പക്ഷെ നമുക്ക് ഡ്യൂട്ടീസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ദർ ഇസ് നോ ബർഡൻ അപ്പോൺ അസ് ടു ഫോളോ ദം. ഇതിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ നമുക്കൊരു ബാധ്യതയും എയ്ത്തിസ്റ്റിക് മോറൽ പ്ലറ്റോണിസം കാണാൻ സാധിക്കുന്നില്ല. വൈ ഷുഡ് ഐ പുഷ് ഫോർ ജസ്റ്റിസ്? ഞാൻ എന്തുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കണം? ഞാൻ എന്തുകൊണ്ട് സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കണം? ഞാൻ എന്തുകൊണ്ട് പകയും വിദ്വേഷവും സ്വാർത്ഥതയും നോക്കിക്കൊണ്ട് മാത്രം ജീവിക്കാൻ അനുവദനീയമല്ല? സോ നമുക്ക് മോറൽ വാല്യൂസ് കിട്ടി ഒരു തരത്തിൽ പറഞ്ഞാൽ, ബട്ട് നമുക്ക് മോറൽ ഡ്യൂട്ടീസ് കിട്ടിയിട്ടില്ല. നമുക്കാരും ഈ ഒരു മോറൽ വാല്യൂ മറ്റൊന്നിനേക്കാൾ ഉപരി നമ്മൾ കണക്കാക്കണമെന്നോ ഇതനുസരിച്ച് ജീവിക്കണമെന്നോ എയ്ത്തിസ്റ്റിക് മോറൽ പ്ലറ്റോണിസം അനുസരിച്ച് യുക്തിപരമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അവസാനമായിട്ട് ഒരു ഹൈ ഇംപ്രോബബിലിറ്റി ഇതിന് മുന്നിലുണ്ട്. കാരണം എയ്ത്തിസ്റ്റിക് മോറൽ പ്ലറ്റോണിസം അനുസരിച്ച് ഈ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നമ്മുടെ എക്സിസ്റ്റൻസുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, നമ്മൾ മനുഷ്യരുടെ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും അതിന് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒരു വേൾഡ് വ്യൂവിനകത്ത് നമ്മൾ മനുഷ്യർ പ്യൂർലി എവല്യൂഷണറി പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത്. സോ നമ്മളിവിടെ അൺഗൈഡഡ് ആയിട്ട്, ആക്സിഡൻ്റലായിട്ട്, പ്യൂർ ചാൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഇവോൾവ് ആയി ഇവിടെ എത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത്. സോ എങ്ങനെയാണ് ഈ ഒരു അൺഗൈഡഡ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്ന നമുക്ക് ഈ മോറൽ വാല്യൂസ് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു മോറൽ സെൻസ് നമുക്ക് ലഭിച്ചത്? നമുക്ക് ഫിസിക്കൽ സെൻസ് ഉണ്ട്, നമ്മുടെ ഫിസിക്കൽ ലോകത്തെ, നമ്മുടെ ഈ ഭൗമികമായ ലോകത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള 5 ഇന്ദ്രിയങ്ങൾ പോലെയുള്ളവ. പക്ഷേ ഈ ഒരു മോറൽ വാല്യൂസ് നമ്മുടെ എക്സിസ്റ്റൻസ് ആയിട്ട് യാതൊരു വിധത്തിൽ ബന്ധപ്പെടാത്ത, നമ്മുടെ എവല്യൂഷണറി പ്രോസസ്സായിട്ട് യാതൊരു വിധത്തിൽ ബന്ധപ്പെടാത്ത ഈ മോറൽ വാല്യൂസ് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനുള്ള ഈ മോറൽ സെൻസ് നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? സോ അവിടെ ഒരു ഹൈ ഇംപ്രോബബിലിറ്റിയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഇറ്റ്സ് ടു ഇംപ്രോബബിൾ. ആ സെൻസ് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഒരു സ്പീഷീസ് തന്നെ ഇവോൾവ് ആയി വരും എന്നുള്ള കാര്യം. സോ വീണ്ടും ഇവിടെ നമ്മൾ ഈ എയ്ത്തിസ്റ്റിക് മോറൽ പ്ലറ്റോണിസം അനുസരിച്ച് എന്തുകൊണ്ട് നമുക്ക് അതിനെ മൊറാലിറ്റിയുടെ ബേസിസ് ആയിട്ട് നൽകാൻ പറ്റത്തില്ല നമ്മൾ കാണുന്നു. ബിക്കോസ് അത് ഒബ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നില്ല. ഇഫ് വി ചേഞ്ച്, നമുക്ക് പകരം വേറെ ഏതെങ്കിലും സ്പീഷീസ് വന്നാൽ അവർക്ക് മൊറാലിറ്റി തിരിച്ചറിയാൻ ഒരു മോറൽ സെൻസ് ഇല്ലെങ്കിൽ ഈ മോറൽ വാല്യൂസ് അവരെ ബാധിക്കുന്നില്ല. ദേ ഡോണ്ട് ഹാവ് എനി മോറൽ ഡ്യൂട്ടീസ്. സോ വീണ്ടും നമ്മൾ കാണുന്നത് വി സീ ദാറ്റ്
the foundation of morality has to be a person or a mind like God. ദൈവമാണ് ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസിൻ്റെ ഡ്യൂട്ടീസിൻ്റെയും ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ. ഇതായിരുന്നു premise 1. അപ്പോൾ ഇനി നമുക്ക് premise 2ലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് ഡു എക്സിസ്റ്റ്. അപ്പം നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, ഈ റേപ്പ് എന്നുള്ളത് എല്ലാവർക്കും ബാഡും റോങ്ങുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇസ് ഇറ്റ് റോങ് ആൻഡ് ബാഡ് ഫോർ എവറി വൺ? അതോ ചിലർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ നിലപാട്? ചിലർക്ക് ചെയ്യാൻ പാടില്ല എന്നെങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം മൊറാലിറ്റി എന്നുള്ളത് സബ്ജക്റ്റീവാണ്, ആത്മനിഷ്ഠമാണ്. ആ ഒരു വ്യക്തിയിലാണ് അതിൻ്റെ ബേസ്. വ്യക്തിക്ക് ചെയ്യാൻ തോന്നി ഇല്ല എങ്കിൽ ചെയ്യണ്ട. അല്ല, എല്ലാവർക്കും തിന്മയും എല്ലാവർക്കും ഒരേപോലെ തെറ്റാണെങ്കിൽ മൊറാലിറ്റി ഒബ്ജക്റ്റീവാണ്. ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കില്ല, പക്ഷേ എന്നോട് പല നിരീശ്വരവാദികളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റേപ്പ് ഇസ് റോങ്, റേപ്പ് ഇസ് ബാഡ്. പക്ഷെ അത് എനിക്ക് മാത്രം, ആ റേപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ അത് തെറ്റല്ലായിരിക്കും എന്നുള്ളത്. ഞാൻ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ഒരാൾക്ക് ഒരു സ്ട്രെയിറ്റ് ഫേസോടെ പറയാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. അങ്ങനെ ഒരു നിലപാട് എടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നിർഭയ കേസിലെ കുറ്റവാളികളെ നോക്കിയിട്ട് അവരെ കുറ്റം വിധിക്കണമെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ആ വ്യക്തിയുടെ നിലപാട് തന്നെ അനുസരിച്ച് ആ വിക്ടിമിനും കണ്ടു നിൽക്കുന്ന ലോകത്തിനും ആ ചെയ്ത പ്രവൃത്തി ഹീനമായ ഒരു തെറ്റായിരുന്നേക്കാം, ഡീപ്പ് ഈവിൾ. പക്ഷേ ആ വ്യക്തിയുടെ നിലപാട് അനുസരിച്ച് തന്നെ ഇറ്റ് മേ നോട്ട് ബി ഈവിൾ, ഇറ്റ് മേ നോട്ട് ബി ബാഡ് ഓർ റോങ് ഫോർ ദ പേഴ്സൺ ഹു കമ്മിറ്റഡ് ദ ക്രൈം. സോ അങ്ങനെ വരുമ്പം എന്തുകൊണ്ട് ആ വിക്ടിമിൻ്റെയും കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെയും മൊറാലിറ്റി ആ ക്രിമിനൽസിന് മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കണം? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന പോരെ? ഐ വോണ്ട് ഡു ഇറ്റ് ആൻഡ് ലെറ്റ്സ് ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്. എന്തുകൊണ്ട് വേറൊരാൾ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷ വിധിക്കാൻ പോകണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടേസ്റ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ, ടേസ്റ്റ് ഇസ് സബ്ജക്റ്റീവ്. ഒരാൾ ഒരു കറി നോക്കിയിട്ട് അതിന് ഉപ്പ് കൂടിയെന്നോ ഉപ്പ് കുറഞ്ഞെന്നോ പറഞ്ഞാൽ നമ്മൾ കോടതി കയറ്റാനോ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാനോ പോകുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്കറിയാം ടേസ്റ്റ് ഇസ് സബ്ജക്റ്റീവ്, സോ വി ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്, അതങ്ങനെ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങളുടെ മുന്നിൽ നമുക്ക് ഒരിക്കൽ പോലും അങ്ങനെ നോക്കിയിട്ട് അതിനെ അങ്ങനെ വിട്ടേക്കാം, അതിനെ കുറ്റം വിധിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല. അല്ലെങ്കിൽ അത് അയാൾക്ക് ശരിയായിരുന്നേക്കാം, നമ്മൾ എന്തിന് അയാളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പോകണം എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. സോ സബ് കോൺഷ്യസ്ലി റേപ്പ് എനിക്ക് തെറ്റ്, വേറെ ആൾക്ക് തെറ്റല്ല എന്ന് പറയുന്നവർ പോലും ഇങ്ങനത്തുള്ള സന്ദർഭങ്ങളിൽ ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ആവശ്യപ്പെടുമ്പോൾ, കോടതി ഇടപെടണമെന്നും നീതിയും ന്യായവും അവിടെ നിറവേറണമെന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ്ലി അവർ പറയുന്ന കാര്യം മൊറാലിറ്റി ഈസ് ഒബ്ജക്റ്റീവ്. എല്ലാവർക്കും കാര്യങ്ങൾ തെറ്റും തിന്മയും അതേപോലെ ബാധകമാണ് എന്നുള്ളതാണ്. സോ ഒരു സബ് കോൺഷ്യസ്ലി അവർ ഏറ്റു പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ വരുന്ന വേറൊരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത്, മേ ബി മൊറാലിറ്റി സബ്ജക്റ്റീവ് ആയിരുന്നേക്കാം എവല്യൂഷൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ മൊറാലിറ്റി ഒബ്ജക്റ്റീവൊക്കെ മാറ്റിയിരുത്തി. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. കാരണം ഈ പോയിന്റ് അനുസരിച്ച് ഇത്രയും കാലം എവല്യൂഷണറി പ്രോസസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് വന്നത് മൊറാലിറ്റി ഓരോ വ്യക്തിയിലും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നി ചെയ്തു, ഒരാൾക്ക് അതേ കാര്യം തെറ്റെന്ന് തോന്നി ചെയ്തില്ല. നമ്മൾ അന്യോന്യം നമ്മുടെ മോറൽ വാല്യൂസ് അടിച്ചേൽപ്പിക്കാൻ പോയില്ല. പക്ഷെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്കൊരു സൊസൈറ്റിയുടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മൊറാലിറ്റി ഒബ്ജക്റ്റീവായിട്ട് എല്ലാവരെയും ബൗണ്ട് ചെയ്യുന്ന, എല്ലാവരെയും ബാധിക്കുന്ന ഒന്നായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നൊരു തിരിച്ചറിവിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ വീണ്ടും ചോദ്യം ഉന്നയിക്കുന്നത്, എന്തുകൊണ്ട് സർവൈവ് ചെയ്യുക, ഒരു സൊസൈറ്റിയായിട്ട് സർവൈവ് ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റിയായിട്ട് സർവൈവ് ചെയ്യുക, എന്തുകൊണ്ട് ഇതിനെ നമ്മളൊരു ഗുഡ് ആയിട്ട് കാണണം, എന്തുകൊണ്ട് ഇതൊരു നല്ല കാര്യമായിട്ട് കണ്ട് ഇതിനെ നമ്മൾ പെർസ്യൂ ചെയ്യണം? വേറൊരു കാര്യം, എന്തുകൊണ്ട് സൊസൈറ്റി സർവൈവ് ചെയ്യുക, ആ കമ്മ്യൂണിറ്റി സർവൈവ് ചെയ്യുക എന്ന മോറൽ വാല്യൂ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസിനെയും മറ്റിനെയും സൂപ്പർസീഡ് ചെയ്യാൻ ഞാൻ അനുവദിക്കണം? വൈ ഡോണ്ട് ജസ്റ്റ് സ്റ്റിക്ക് വിത്ത് ദ സെയിം എവല്യൂഷണറി തോട്ട് ആൻഡ് സേ ഐ ജസ്റ്റ് വാണ്ട് ടു സർവൈവ്. സൊസൈറ്റി സർവൈവ് ചെയ്താലും ഇല്ലെങ്കിലും മൈ പ്രൈമറി ഗോൾ വുഡ് ബി ഫോർ മീ ടു സർവൈവ്. വൈ ഡോണ്ട് വി ഓൾ ബിഹേവ് ആസ് വി സീം ഫിറ്റ്? നമുക്ക് തോന്നിയ പോലെ തന്നെ നമുക്ക് ജീവിച്ചൂടെ? സോ വീണ്ടും ഈ ഒരു എക്സ്പ്ലനേഷൻ വെച്ച് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നത്, വി ഡോണ്ട് സീ എ പ്രോപ്പർ എസ്കേപ്പ് ഹാച്ച് ബിഫോർ അസ്. അപ്പോൾ നമ്മൾ രണ്ട് കോട്ട്സിലേക്ക് ഫൈനലായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തതിന് ഭാഗമായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രം ഏത്തിയസ്റ്റ് മൈക്കൽ റൂസ്. അദ്ദേഹം ബർട്രാൻഡ് റസൽ സൊസൈറ്റി അവാർഡിന്റെ ജേതാവാണ്. അദ്ദേഹം പറഞ്ഞതാണ്, the man who says that it is morally acceptable to rape little children is just as mistaken as the man who says 2 + 2 = 5. നമ്മൾ ആ ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷനെ എല്ലാവർക്കും, ഏത് ലോകത്തിരുന്ന് എക്സാം എഴുതുന്ന ഏത് വ്യക്തിക്കും ഒരേപോലെ അത് റോങ് ആണെന്ന് പറയുന്നു, അതേപോലെ തന്നെ ഈ മോറൽ പ്രിൻസിപ്പിളും എല്ലാവർക്കും ഒബ്ജക്റ്റീവ്ലി റോങ് ആണ്. ഇതൊരു നിരീശ്വരവാദിയാണ് പറഞ്ഞത്, ഇതൊരു ഈശ്വര വിശ്വാസിയല്ല. വേറൊരു കോട്ട് എന്ന് പറയുന്നത് റിച്ചാർഡ് ടൈലർ ഈസ് ആൻ ഏത്തിസ്റ്റിക് എത്തിസിസ്റ്റ്. അദ്ദേഹം തന്റെ എത്തിക്സ്, ഫെയ്ത്ത് ആൻഡ് റീസണിൽ അദ്ദേഹം പറയുന്നു, ടു സേ ദാറ്റ് സംതിങ് ഈസ് റോങ് ബിക്കോസ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ഗോഡ് ഈസ് പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ടു എനിവൺ ഹു ബിലീവ്സ് ഇൻ എ ലോ ഗിവിംഗ് ഗോഡ്. ബട്ട് ടു സേ ദാറ്റ് സംതിങ് ഈസ് റോങ്
even though no God exists to forbid it, is not understandable. The concept of moral obligation is unintelligible apart from the idea of God. The words remain, but their meaning is gone. അപ്പോൾ ഒരു മോറൽ കർത്തവ്യം, ഒരു ഡ്യൂട്ടി, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ആ മോറൽ ഡ്യൂട്ടി ദൈവം ഇല്ല എങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നല്ല. വാക്കുകൾ അവിടെ തന്നെയുണ്ട്, പക്ഷെ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഓർത്തുക്കേണ്ട കീ പോയിന്റ്, നമ്മുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസും ഡ്യൂട്ടീസും ഉണ്ടാകാൻ സാധിക്കൂ എന്നല്ല. നമ്മുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ മൊറാലിറ്റി ഒബ്ജക്റ്റീവായിട്ട് ഡ്യൂട്ടീസും വാല്യൂസും അടിസ്ഥാനമിട്ട് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്ക് there is no God, സോ റിച്ചർഡ് ഡോക്കിൻസിനെ പോലുള്ളവർ പറയുന്നു therefore morality is subjective. സോ നാം നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, if God does not exist, objective moral values and duties do not exist. And then we saw objective moral values and duties do exist. So നിൽക്കുന്ന കൺക്ലൂഷൻ therefore God exists. ഇവിടെ ഒരു കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, റിച്ചർഡ് ഡോക്കിൻസിനെ പോലുള്ളവർ പറയുന്നത് മൊറാലിറ്റി ഈസ് സബ്ജക്റ്റീവ്. റിച്ചർഡ് ഡോക്കിൻസ് ഒരിക്കൽ പറയുന്നുണ്ട്, ദർ ഇസ് നോ ഗുഡ് ഓർ ഈവൽ, നത്തിങ് ബട്ട് ബ്ലൈൻഡ് പോയിന്റ്ലെസ് ഇൻഡിഫറൻസ്. അപ്പോൾ മൊറാലിറ്റി സബ്ജക്റ്റീവാണ്, നമ്മൾ അധിഷ്ഠിതമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു എല്ലാവർക്കും ബാധിക്കുന്ന ഒരു ശരിയോ തെറ്റോ തിന്മയോ നന്മയോ ഒന്നുമില്ല, ഒരു നിസ്സംഗത മാത്രം. ഇത് പറഞ്ഞു നിൽക്കുന്ന റിച്ചർഡ് ഡോക്കിൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി, സർപ്രൈസിംഗ്ലി തനിക്ക് ദൈവത്തെ കുറ്റം പറയാനും വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് എഴുതിയ പല സംസ്കാരങ്ങളിൽ എഴുതപ്പെട്ട ബൈബിളിനെ മോറലി ജഡ്ജ് ചെയ്യാനും ഒരു മോറൽ കോഡ് എവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ആ കോഡ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യണമെന്നും ആ മോറൽ കോഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബൈബിളിനെ ക്രിറ്റിക് ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ഒരു വ്യക്തിയും ബൈബിളിലെ ദൈവം ഈവിൾ ആണെന്നും ഇമ്മോറൽ ആണെന്നും ഒരു ഏത്തിയസ്റ്റ് ആവാനും വഴിയൊരുക്കുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹിപ്പോക്രസിയാണ് ഇവിടെ കാണുന്നത്. ഒരേ ശ്വാസത്തിൽ മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണെന്നും, എന്നാൽ അതേസമയം ബൈബിളിനെയും ബൈബിളിലെ ദൈവത്തെ ക്രിറ്റിക് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ബാധിക്കാവുന്ന, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന, എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു മോറൽ കോഡ് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനെയും ബൈബിളിൻ്റെ ദൈവത്തെയും മോറലി ജഡ്ജ് ചെയ്യാൻ വേണ്ടി റിച്ചർഡ് ഡോക്കിൻസ് ഒരുങ്ങുന്നു. സോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ മൈ ക്വസ്റ്റ്യൻ ഇസ് ബേസിക്കലി ദിസ്: നമ്മൾ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നത് ദൈവമില്ല എന്നൊരു നിലപാടിലേക്ക് എത്താൻ വേണ്ടിയാണോ? ഇഫ് സോ, ആർ വി ഡിസീവിങ് അവർ സെൽസ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കുന്നത്? എന്തുകൊണ്ട് ഈ ഒരു ഹിപ്പോക്രിറ്റിക്കലായ ഒരു ഡബിൾ ലൈഫ് നമ്മൾ ജീവിക്കുന്നു? റിച്ചർഡ് ഡോക്കിൻസിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. He is living a sort of hypocritical life in his positions. So I encourage you to step out of that and face the facts as it is. And that's it for me. This is Jacob for Grey Cells.